ാണ് ഇതൊക്കെ ഇവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഗിഡിയൻ എന്ന് പറയുന്ന തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോയിട്ട് ഇവിടെ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അയാളാണെങ്കിൽ ഇവളെ വല്ലാതെ എൻകറേജ് ചെയ്യാണ്. ഒലീവയുടെ മേത്തുള്ള സംശയങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടെത്താനും ഇയാൾ പറയാണ്. അതേസമയം തന്നെ എലനോർന്നും ഹീതെന്നും പേരുള്ള സഹോദരന്മാരുടെ ഒരു സ്റ്റോറി ഇതിന്റെ പാരലായിട്ട് പോകുന്നുണ്ട്. അവരുടെ പാരന്റ്സ് ചെറുപ്പത്തിൽ മരിച്ചുപോയി. അവരെ നോക്കുന്നത് റോബർട്ട് എന്ന് പറയുന്ന അവരുടെ അങ്കിളാണ്. അയാളാണെങ്കിൽ ഇവർ വല്ലാതെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പോരാത്തതിന് എലനോറിന്റെ ഹീതന്റെ ഇടയിലുള്ള വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും പറഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെയോട് കേക്കിന്റെ സംശയങ്ങളൊക്കെ ശരിയായിരുന്നോ? ഇപ്പൊ വന്നിട്ടുള്ളത് ശരിയായ ഒലീവിയ തന്നെയാണോ? അങ്ങനെയാണെങ്കിൽ ഇത്രയും നാൾ ഒലീവിയ എവിടെയായിരുന്നു? ആരാണോ ഒലീവിയനെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്? ഇതിനിടയിൽ പാരലായിട്ട് പറഞ്ഞു പോകുന്ന എലനോറിന്റെ ഹീതന്റെ സ്റ്റോറി ആയിട്ട് ഈ ഒരു കഥയ്ക്ക് എന്താണ് ബന്ധം? ആരാണ് ഇതിന്റെ പിന്നിലൊക്കെ? തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ട്വിസ്റ്റുകളുള്ള നല്ലൊരു അടിപൊളി സൈക്കോളജിക്കൽ ത്രില്ലർ പുസ്തകമാണിത്. നല്ലൊരു പേജ് ടേണറോ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ത്രില്ലർ പുസ്തകങ്ങളൊക്കെ തേടി പോകുന്നവരാണെന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പുസ്തകം വായിച്ചു വെക്കാവുന്നതാണ്. ഇനി വായിച്ചിട്ടുള്ളവരാണെന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ.